Hi friends, welcome to Mom Secrets. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. ഐക്കോറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കൂടിയാണ്. 1.5 കപ്പ് കൈമ റൈസ് വേണം. വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, മല്ലിയില 1/2 കപ്പ്, 1/4 കപ്പ് പുതിന, 4 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തൈര് 1/2 കപ്പ്. അത് നമുക്ക് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ സ്പൈസസും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബിരിയാണി മസാല തയ്യാറാക്കിയതാണ്. 2 സ്പൂൺ ഓയിൽ, 2 സ്പൂൺ RKG, 1/2 കിലോ ഫിഷ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നും ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് ഇതെടുത്ത് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫിഷിൽ പുരട്ടിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ചെറുതായി ഒന്ന് പുരട്ടിയെടുത്താൽ മതി. മീൻ നമ്മൾ മസാലയിൽ ഇടുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കണ്ട, ചെറുതായിട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മുരിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് മറിച്ചിട്ടെടുക്കാൻ മതി. നമുക്ക് ഓരോ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത്രയും കുക്കാവേണ്ട ആവശ്യമുള്ളൂ. മറിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഓയിൽ ഒഴിവാക്കേണ്ട, ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. മീൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പൊരിച്ചെടുത്ത ബാക്കിയുള്ള എണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഉള്ളി റെഡിയാക്കിയെടുക്കാം. കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ എടുക്കുമ്പോൾ മീനിൻ്റെ ആ ഫ്ലേവറും അതിലുണ്ടാവും. നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 വലിയ സവാളയാണ് കട്ട് ചെയ്ത് വെച്ചത്. അതിലൊരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഈ മസാലയിലേക്ക് ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നത്. ഉള്ളി വാടി വരുമ്പോഴേക്ക് നമുക്ക് ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വെളുത്തുള്ളി ഒരുപാട് ചേർത്തൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഫിഷ് ആയാലും ചിക്കൻ ആയാലും അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിൽ നിൽക്കേണ്ടത്. ഉള്ളിയൊക്കെ ഒരുപാട് ഇടുവാണെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ ടേസ്റ്റ് അത്ര കിട്ടില്ല. അത് കാരണം കുറച്ച് ഉള്ളി ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്കിട്ട് ഇളക്കിയെടുക്കാം. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. തക്കാളി വാടി വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വീട്ടിൽ പൊടിച്ചതില്ലെങ്കിൽ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല നല്ല ടേസ്റ്റാണ്. അതേതെങ്കിലും വാങ്ങിയിട്ട് ചേർത്താലും മതി. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ തൈര് ചേർക്കുന്നത്. തൈര്, നാരങ്ങനീരോ എന്ത് വേണമെങ്കിലും നമുക്ക് പുളിക്കനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മീൻ പൊരിച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം. ഇതായിരിക്കും പെർഫെക്റ്റ്. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഞാനതിലേക്ക് 2 സ്പൂൺ തൈര് കൂടി ചേർക്കുകയാണ്.
പിന്നെ പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് പുതിന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മസാല ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ ചേർക്കുന്നതിന് മുമ്പ് മസാല വല്ലാതെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നമുക്കിതിലേക്ക് മീൻ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കിയുള്ള മസാല ഈ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കി നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള സവാള ഉണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. നമ്മുടെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ നിറമാകുമ്പോൾ നമുക്കിതിന്ന് മാറ്റാം. അതിൻ്റെ മുമ്പായിട്ട് കോരുന്നതിന് മുമ്പ് കുറച്ച് കാഷ്യൂം കിസ്മിസും ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഉള്ളി പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ദം ചെയ്യുമ്പോൾ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് ഈ അരി നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കാം. കഴുകി വൃത്തിയാക്കി അരിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അരി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി പൊരിച്ച് കോരിയ ആ നെയ്യിലേക്ക് തന്നെ ഈ അരി ഇട്ട് കൊടുക്കാം. സവാള പൊരിച്ച് കോരിയ അതേ നെയ്യിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ ചൂടിലൊന്ന് ഇളക്കിയെടുക്കാം. റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കണം. എടുത്ത അരിയുടെ ഡബിൾ സൈസാണ് വെള്ളം എടുക്കേണ്ടത്. അതിലേക്ക് 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരി റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായി പൊട്ടി തുടങ്ങുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് 2 മിനിറ്റ് വെക്കാം. അതിനുശേഷം ദം ചെയ്യാം. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഹാഫ് പോർഷൻ ഇട്ടതിൻ്റെ ശേഷം കുറച്ച് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ബിരിയാണി മസാലയും ചേർക്കണം. അതിനുശേഷം ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി റൈസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സവാള അണ്ടി കിസ്മിസ് ഇട്ട് ഒരു പിഞ്ച് ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്യാം. കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലും നമുക്ക് വേവിച്ചെടുക്കാം. ചെറുതായി ഒന്ന് ആവി വന്നാൽ പിന്നെ ഓഫ് ചെയ്തിടാം. ഒരുപാട് കുക്കാവൊന്നും വേണ്ട. എല്ലാം നമ്മൾ വേവിച്ചിട്ട് വെച്ചതല്ലേ. മീന് പിന്നെ ഒരുപാട് വേവൊന്നും ഉള്ളതല്ലല്ലോ. അതുകൊണ്ട് ഒരു 7 മിനിറ്റൊക്കെ മതിയാവും. സ്റ്റീം നന്നായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു സ്റ്റീം വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിരുന്നു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. അയക്കൂറ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. മീനൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. പൊട്ടിപ്പോവൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.